ഹായ് നമസ്കാരം, സുധിനാണ്. ഞാനും ശ്രുതിൽ എന്നുള്ളതേ ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് അതുപോലെ തന്നെ മറ്റുള്ള വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നാടിൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തായിട്ടുള്ള കരുവാരകുണ്ട് പഞ്ചായത്തിലാണ്. നമ്മുടെ പഞ്ചായത്ത് തൂർ പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫെൻസിങ്ങിൻ്റെ വർക്കുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 15-20 ദിവസം മുന്നേ നമ്മൾ ഈ ഒരു സൈറ്റിലെ റീൽസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അന്ന് നമ്മൾ ഫുൾ വീഡിയോ പ്ലാൻ ചെയ്തതാണ്. കാര്യം നമുക്കന്ന് പാലക്കാട് സൈറ്റിലൊരു പെട്ടെന്നുള്ളൊരു എൻക്വയറി ഉണ്ടായതുകൊണ്ട് പോകേണ്ടതായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് പോയതാണ്. സോ എന്തായാലും ആ വീഡിയോ പാളിപ്പോയി. കാരണം നമ്മുടെ ഓഫീസിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ഇതാണ് അതിൽ കൃത്യമായിട്ടുള്ള നോയ്സ് കാര്യങ്ങളെല്ലാം കയറിയിട്ട് നമുക്ക് സംസാരം അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മളന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ള ക്ലിപ്സുകളെല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചായിരുന്നു. നമുക്ക് ഇന്നിവിടെ സൈറ്റിൽ ഒന്നുകൂടെ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇവരെ വീടിൻ്റെ ഫ്രണ്ടിൽ അന്ന് ഞാൻ റീൽസെല്ലാം പറഞ്ഞായിരുന്നു, ഇവരെ വീടിൻ്റെ ബാക്കിലുള്ള യാർഡാണ് നമ്മൾ ഫെൻസ് ചെയ്യുന്നത്. അപ്പോൾ വീടിന് കുറച്ച് റിനോവേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഇവിടെ വരണമായിരുന്നു. കുറച്ച് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പന്നിശല്യത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു യാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്താണ്. ഇവിടെ ഓൾറെഡി കസ്റ്റമർ വക കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതെല്ലാം പുള്ളി മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു പകുതിയോളം ഹൈറ്റിൽ, ഒരു 3 അടിയോളം ഹൈറ്റിൽ പുള്ളി ഓൾറെഡി മതിൽ കെട്ടിയായിരുന്നു. അതിന് ശേഷമാണ് നമ്മളെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ വന്ന് സൈറ്റ് കണ്ടിട്ട് ഈ പറഞ്ഞ രീതിയിൽ പുള്ളി പറഞ്ഞു എനിക്കൊരു ജീവിയാളോ അകത്തോട്ട് കയറരുത് എന്ന് പറഞ്ഞു. പുള്ളി പുറത്താണ് വർക്ക് ചെയ്യുന്നത്, കയറരുത് എന്നുള്ള പ്രകാരം നമ്മൾ സജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ മുകളിൽ 3 അടി ഹൈറ്റ്. പിന്നെ ഇത്ര ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാം, നമ്മൾ മതിലിൻ്റെ മുകളിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലോ സൈഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക 2 ഇഞ്ചാണ്. 2 ഇഞ്ച് പറഞ്ഞാൽ 50 mm കള്ളിയകലത്തിലാണ് നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവുക. സോ അത് റെക്കമെൻഡ് ചെയ്തു, പുള്ളി ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ പുള്ളിയെടുത്ത് കുറച്ച് പൈപ്പുകൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ്, ടാറ്റയുടെ പൈപ്പുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് 1-2 പൈപ്പുകൾ പുള്ളി തന്നെ അറേഞ്ച് ചെയ്ത് അപ്പോളോയുടെ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 1-2 പൈപ്പുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ടാറ്റയുടെ പൈപ്പ് തന്നെയാണ്. ഏകദേശം ഒരു 100 മീറ്റർ ഏരിയ വരുന്ന ഫെൻസിങ് ആണ്. സോ നമ്മളങ്ങനെ ഒരു ദിവസം സൈറ്റ് കണ്ടു, മറ്റു ദിവസം വന്നു. പുള്ളി പറഞ്ഞ പ്രകാരം കാലുകളെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്ത് കോർണേഴ്സിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വെൽഡ് ചെയ്ത് വെച്ചു. കാരണം നമുക്ക് ഇവിടുന്ന് ഇലക്ട്രിസിറ്റി ആക്സസിബിലിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാലുകളെല്ലാം വെൽഡ് ചെയ്ത് തന്നെ കോർണേഴ്സിൽ വെച്ച് ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്ത് വെച്ചു. മറ്റൊരു ദിവസം വന്നിട്ട് നമ്മൾ ചെയിൻ ലിങ്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തു. അന്ന് സ്ട്രെച്ച് ചെയ്യുന്ന ഏകദേശം രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു 11:30 ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഏകദേശം ഒരു സൈഡ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം നമ്മുടെ വർക്കേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൂടെ അതിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റയുടെ 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 1.5 അടിയോളം നമ്മൾ കല്ലിൻ്റെ അടിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ടാറ്റയുടെ തന്നെ, നമ്മൾ ടാറ്റയുടെ മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ എല്ലാ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റയുടെ 2 ഇഞ്ച് 50 mm കള്ളിയകലത്തിലുള്ള ചെയിൻ ലിങ്ക്, 12 ഗേജ് തിക്നെസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള 1 മീറ്റർ ഹൈറ്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ 2 ഇഞ്ച് ഉപയോഗിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു കാണാനുള്ള ഭംഗിക്കാണ്. അപ്പോൾ നമ്മൾ ഈ 50 mm അല്ലെങ്കിൽ 75 mm 100 mm എന്ന് പ്രത്യേകം പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള പാലക്കാട് കടമ്പഴിപ്പുറത്തെ സൈറ്റിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അവയർനെസ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയിലിങ്ങിൻ്റെ സൈസിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ എൻക്വയറി നടത്തി, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തു, പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മളിത് പ്രത്യേകം പറയുന്നതിന് കാരണം വെച്ചാൽ, നമ്മൾ പല സൈറ്റിലും പോകാറുണ്ട്. നമ്മൾ ഏകദേശം ഒരു മാസത്തിൽ 50-60 സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നിടത്തോളം പറയുന്ന സൈറ്റുകൾ പോകാറുണ്ട്. പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സായിട്ടുള്ള നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൈറ്റിൻ്റെ ഏകദേശം ബേസിക് ഡീറ്റെയിൽസ്, എത്ര സെൻറ്റാണെന്നോ അല്ലെങ്കിൽ എത്ര ഏക്കറാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഫിഗറും ഏകദേശം വരുന്നൊരു ബഡ്ജറ്റ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മൾ സൈറ്റിൽ പോയിട്ട് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്പെക്കിന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ലോക്കലി മറ്റുള്ളവർ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്. നമുക്ക് നിങ്ങളുടെ സൈറ്റിലേക്ക് വരുമ്പോൾ മറ്റൊരു സൈറ്റ് മിസ്സാവുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സൈറ്റിലെത്തുന്നതും മെഷർമെൻറ്റ് എടുക്കുന്നതും നിങ്ങൾക്ക് അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞു തരുന്നതും. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് വർക്ക് മിസ്സാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ, ഇവിടുത്തെ സൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് മഴ കഴിഞ്ഞ് ഇപ്പോൾ പുതിയ വർക്കുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാടും കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തും 3 സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈറ്റിൽ നമ്മൾ ഇവിടുന്ന് ഈ ഫെൻസിങ്ങോട് കൂടിയിട്ട് അവസാനിപ്പിച്ച് പോകുന്നില്ല. റിനോവേഷൻ, കിച്ചണും കാര്യങ്ങളെല്ലാം കുറച്ച് ആഡ് ചെയ്യുക, മുന്നിൽ വലിയൊരു ഗേറ്റ് ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് സിവിൽ വർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് നമുക്ക് വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല. കാര്യം നമുക്ക് ഇവിടെ ഈ കല്ല് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് പ്ലാസ്റ്ററിങ്, അതുപോലെ കോൺക്രീറ്റിങ്, ഉൾഭാഗം ഈ അടിഭാഗത്ത് കരിങ്കല്ലിന് കിട്ടുന്ന അത് പോയിൻറ്റിങ് എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്തായിരുന്നു. കാര്യം ക്ലയൻറ്റിന് ഇവിടെ ലോക്കലി വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ തൊട്ടടുത്ത നാടും ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട്
എല്ലാ വർക്കേഴ്സിനും സപ്ലൈ ചെയ്തു. നമ്മൾ കൃത്യമായിട്ട് വർക്ക് പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിവേ ഇത്രയൊക്കെയാണ് ഈ സൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ തുടരും, ഈ സൈറ്റിൽ നമ്മൾ ബാക്കിയുള്ള കാര്യമായിട്ട് തുടരും. ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൃത്യമായിട്ടുള്ള ഫുൾ വീഡിയോയും ഷോർട്ട് വീഡിയോസും റീൽസ് വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെല്ലാം കോൺടാക്ട് നമ്പർ ഉണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇനി വർക്ക് ചെയ്യാനായിട്ട് മാത്രം വിളിക്കണം എന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ. അതായത് ഓരോ എൻക്വയറി മീൻസ് അവർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാറുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ്, നമ്മളെ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തൂർ പഞ്ചായത്തിലാണ് വരുന്നത്. അതിന് തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാണ് ഇപ്പം നിൽക്കുന്നത്, കരുവാരണ്ട് പഞ്ചായത്തിൽ. നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ടേൺകി ബേസിസിലാണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത് എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. അതായത് ഞങ്ങൾ തരുന്ന ബേസിക് ഐഡിയ വെച്ചിട്ട് തരുന്ന റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ വർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും വിത്തിൻ ഒരു 500 മീറ്റർ ഒക്കെ വെച്ചാൽ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമ്മുടെ ടീമിന് ഇപ്പോൾ, നമ്മുടെ ക്രൂ മെമ്പേഴ്സിന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപോലെയാണ്. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സൈറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.